കാരന്തൂർ മർക്കസിൽ നടത്തിയത് അംഗീകാരമില്ലാത്ത കോഴ്സുകളാണെന്ന് മാനേജ്മെന്റ് രേഖാമൂലം സമ്മതിച്ചതിന്റെ രേഖകൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. മുമ്പ് സാങ്കേതിക വിദഗ്ധന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഇരുപക്ഷവും ഒപ്പുവെച്ച രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിനിടെ വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരം 5ാം ദിവസവും തുടരുകയാണ്. കാരന്തൂർ മർക്കസിൽ നടത്തിയിരുന്നത് അംഗീകാരമില്ലാത്ത കോഴ്സുകളാണെന്ന് ബോധ്യപ്പെട്ടതായി മാനേജ്മെന്റ് പ്രതിനിധി കൂടി സമ്മതിക്കുന്ന കരാറിന്റെ പകർപ്പാണ് വിദ്യാർത്ഥികൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം 22-ന് മാനേജ്മെന്റ് പ്രതിനിധി സി മുഹമ്മദ് ഫൈസി അടക്കമുള്ളവർ ഒപ്പുവെച്ച ഒത്തുതീർപ്പ് രേഖയിലാണ് സർട്ടിഫിക്കറ്റുകൾക്കും കോഴ്സുകൾക്കും അംഗീകാരമില്ലെന്ന് ബോധ്യപ്പെട്ടതായി സമ്മതിക്കുന്നത്. ഇത് മാനേജ്മെന്റ് ഇതുവരെ പറഞ്ഞ വാദങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഒപ്പം AICTE അംഗീകാരമുള്ളതായി കാണിച്ചാണ് അപേക്ഷ ക്ഷണിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകളും വിദ്യാർത്ഥികൾ കളക്ടർക്ക് കൈമാറി. നിരാഹാര സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. പറഞ്ഞ 10 ദിവസവും ഞങ്ങൾ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് ലീഗ് നടത്തിയ ഐക്യദാർഢ്യ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിൽ നിന്നും അച്ചാരം വാങ്ങി ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ ഞങ്ങളുടെ ചൂടും നിങ്ങൾ അറിയും എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ യുവജന സംഘടനകൾ സമരത്തിന് പിന്തുണയർപ്പിച്ച് വിവിധ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.